പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയൊരു ട്രിപ്പ് പോകാം എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ വയനാട് വിട്ടാലോ അല്ലെങ്കിൽ മൂന്നാറിലേക്ക് പോയാലോ എന്ന പതിവ് പല്ലവിയാണ് നമ്മൾ കേൾക്കാറ്. ഈ രണ്ട് സ്ഥലങ്ങളും മലയാളികൾക്ക് ഒഴിവാക്കാനേ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ ട്രിപ്പ് ഞങ്ങൾ ഒരു ഫാമിലി ഗ്രൂപ്പ് വയനാട്ടിൽ വന്നു. ഇപ്പോൾ ഒരു റിസോർട്ടിലാണുള്ളത്. കൽപ്പറ്റക്കടുത്തായി ഒലീവ് എന്ന പേരുള്ള റിസോർട്ടാണിത്. നല്ല അടിപൊളി റിസോർട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. വീഡിയോ കണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം എല്ലാവരുടെയും ടേസ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ നല്ലൊരു റിസോർട്ടായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ 20 പേരുള്ള ഫാമിലി ഗ്രൂപ്പ് ആയിട്ടാണ് വന്നത്. ഈ റിസോർട്ട് ഫാമിലി ഗ്രൂപ്പുകൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് പൂളുകളും മറ്റും ഉപയോഗിക്കുമ്പോൾ പ്രൈവസി കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ ആകെ 6 റൂമാണുള്ളത്. അറൌണ്ട് 20 പേരുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ പുറത്തു നിന്നും ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾക്ക് പ്രൈവസി കിട്ടും. റിസോർട്ടുകളിൽ ചെക്ക് ഇൻ ഉച്ചയ്ക്ക് 2 മണിക്കും ചെക്ക് ഔട്ട് 12 മണിക്കും ആയിരിക്കുമല്ലോ. 2 ദിവസത്തെ ട്രിപ്പിന് 2-3 ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൂടി ഉൾപ്പെടുത്തി സമയം പരമാവധി ഉപയോഗപ്പെടുത്തി എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്ന് ഞങ്ങളുടെ ഈ ട്രിപ്പിലൂടെ പറഞ്ഞു തരാം. ഒരുപക്ഷെ ഈ വീഡിയോ 1-2 പാർട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഇനി നമുക്ക് ബാക്കിയെല്ലാം വീഡിയോയിൽ കാണാം. കണ്ണൂരിൽ നിന്നും ഞങ്ങൾ 20 പേരടങ്ങുന്ന ഫാമിലി ഗ്രൂപ്പായി ഒരു മിനി ബസ്സിലാണ് പുറപ്പെട്ടത്. റിസോർട്ടിൽ എത്തിയപ്പോൾ 3 മണി കഴിഞ്ഞു. അതിന് കാരണം പറയാം. ആദ്യം രാവിലെ 7 മണിക്ക് പുറപ്പെടാനായിരുന്നു തീരുമാനം. കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അറിയാമല്ലോ, യാത്ര തുടങ്ങുമ്പോൾ 8 മണി കഴിഞ്ഞു. നേരത്തെ ഇറങ്ങിയാലുള്ള ഒരു കാര്യം, റിസോർട്ടിൽ ചെക്ക് ഇൻ 2 മണിക്കാണല്ലോ. 10-11 വയനാട് എത്തുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. കൽപ്പറ്റക്കടുത്തുള്ള ഒലീവ് എന്ന റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. കവാടം കടന്നു അകത്തേക്ക് കയറി. നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെയുള്ളത്. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുമുണ്ട്. 2 മണിയാവുമ്പോഴേക്കും റിസോർട്ടിൽ എത്താമെന്നായിരുന്നു പ്രതീക്ഷ. പുറപ്പെടാൻ ലേറ്റായതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലും പോയത് കാരണമായിരുന്നു കുറച്ച് താമസിച്ചു പോയത്. എന്തായാലും ഞങ്ങൾ ഒരു സ്പോട്ടിൽ പോവുകയും കൂടാതെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഒരു അടിപൊളി സദ്യയും ഉണ്ടിട്ടാണ് റിസോർട്ടിൽ എത്തിയത്. ആ വീഡിയോ അടുത്ത ആഴ്ച കാണാം. ജോലി തിരക്കുകൾക്കിടയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാനും പല സ്ഥലങ്ങളിലായി താമസിക്കുന്ന കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനും അതിനൊക്കെ പുറമെ പ്രധാനമായും വീട്ടിലുള്ള പ്രായമുള്ളവർക്ക് ട്രിപ്പുകൾ ആസ്വദിക്കാനും അവരെ കൂടെ കൂട്ടാനും അവരുടെ ആ സന്തോഷങ്ങൾ കണ്ട് മനസ്സ് നിറയാനും മാത്രമാണ് നമ്മൾ ഈ ട്രിപ്പ് റിസോർട്ടിനായി തിരഞ്ഞെടുത്തത്. നമ്മുടെ കസിൻ സണ്ണ് ഷാദി. വെൽക്കം ഡ്രിങ്കൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇത് കുടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. ഇവിടെ നല്ലൊരു സ്പേസിലായിട്ടാണ് ഡൈനിങ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. 10-25 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കൂടാതെ ഓപ്പൺ സ്പേസിൽ ഇരുന്ന് കഴിക്കാനുള്ള ടേബിളും റെഡിയുണ്ട്. വീഡിയോകളും ഫോട്ടോകളും കണ്ടിട്ടാണല്ലോ റിസോർട്ട് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കരുതിയതിനേക്കാൾ എത്രയോ നല്ലതായിട്ടാണ് തോന്നിയത്. ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത, കുറഞ്ഞ സ്ഥലത്ത് പരമാവധി എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരു പ്രത്യേകത, ഞങ്ങളെപ്പോലുള്ള ഫാമിലി ഗ്രൂപ്പുകൾക്ക് പറ്റിയൊരു റിസോർട്ടാണിത്. കാരണം 6 റൂമുകൾ മുഴുവനായി ബുക്ക് ചെയ്താൽ പുറത്തു നിന്ന് ആരും തന്നെ ഉണ്ടാവില്ല. അത് നമുക്ക് കൂടുതൽ പ്രൈവസി നൽകും. കാണുന്ന അപ്പാർട്ട്മെൻറ്റിൽ 2 റൂമുകളാണുള്ളത്. റൂമുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റൂമുകളുടെ ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു വ്യൂ ആണുള്ളത്. ഇവിടെ നിന്ന് പുലർച്ചെ കോടമഞ്ഞില്ലെങ്കിൽ സൺറൈസും കാണാൻ കഴിയും. റൂമുകൾ നല്ല മോഡേൺ ഡിസൈനുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്.
ബെഡ് സ്പേസ് ഒക്കെ 3-4 പേർക്ക് കിടക്കാനുള്ളതുണ്ട്. സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയുള്ള റൂമുകളാണെന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ട്രാവലിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന ട്രിപ്പ് അഡ്വൈസർ എന്ന സൈറ്റിൽ നല്ല റേറ്റിംഗ് ഈ റിസോർട്ടിനുണ്ട്. ട്രിപ്പ് അഡ്വൈസർ എന്ന ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബഡ്ജറ്റ് ലെവലിൽ നോക്കിയാൽ അടിപൊളിയാണ്. ഈ അപ്പാർട്ട്മെൻറ്റിലെ 2 മുറികളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ബാത്റൂം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോടു കൂടി തന്നെ മികച്ചു നിൽക്കുന്നുണ്ട്. ഡൈവേർട്ട് ഷവറോടുകൂടി ഹോട്ട് വാട്ടർ ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇനി അടുത്ത അപ്പാർട്ട്മെൻറ്റ് റൂമുകളൊക്കെ ഒന്ന് കണ്ടുവരാം. സ്റ്റെയർ കേസ് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് വിശാലമായ ഒരു ബാൽക്കണിയാണ്. ഇവിടെ ടേബിളും ചെയറുമൊക്കെയുണ്ട്. വാഷ് ബേസിൻ സൗകര്യങ്ങളുമുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂമുകളാണുള്ളത്. ഇതിൽ റൂമുകളിൽ എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, ഓരോ മുറികളിലുമായി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സെറ്റപ്പ് ഉണ്ടാവും. ഒന്നിലുള്ളത് മറ്റേതിലുണ്ടാവില്ല. ഇതിലെ ഒരു റൂമിൽ ബാത്ത് ടബോട് കൂടിയുള്ള ബാത്റൂമാണുള്ളത്. അടുത്ത റൂമിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ റൂമിലെ സ്പെഷ്യൽ, മുറിയുടെ അകത്തായി തന്നെ ഒരു ക്യാബിനും അതിൽ 2 ചെയറോട് കൂടിയുള്ള ടേബിളും സോഫയും അതിനകത്ത് നിന്ന് ബാൽക്കണിയിലെ കാഴ്ചകളും പുറത്ത് ഇറങ്ങാനുള്ള സൗകര്യങ്ങളുമുണ്ടെന്നുള്ളതാണ്. അഫ്സൽ മച്ചാൻ. ഇനി സെക്കൻഡ് ഫ്ലോറിലുള്ള റൂമാണ് അടിപൊളി. ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സെമി ഫ്ലോർ പണിതിട്ടുണ്ട്. അതിനകത്ത് ഒരു വലിയ സോഫയും ടീപ്പോയും ചെയറും ടേബിളും ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മുഴുവനായി ഉപയോഗിക്കണമെങ്കിൽ 22 മണിക്കൂർ പോരാ, 3 ദിവസമെങ്കിലും നിൽക്കേണ്ടി വരും. ഇവിടെ പുറം കാഴ്ചയ്ക്ക് വേണ്ടി ഗ്ലാസും അതിനുള്ള കർട്ടനും ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച അടിപൊളിയാണ്. ഇതുവരെ 4 റൂമുകൾ കാണിച്ചു. ബാക്കി 2 റൂമുകളും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. ഇനി ഔട്ട്ഡോർ കാര്യങ്ങൾ നോക്കാം.
നല്ലൊരു ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. ഇവിടെ നിന്ന് കളി കഴിഞ്ഞ് ഇനി നേരെ പൂളിലേക്കാണ്. പൂൾ വലിയ വലിപ്പമൊന്നുമില്ല. 6 റൂമുകൾക്ക് വേണ്ടിയുള്ള ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൂളാണ്. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ വലിയ കൺജസ്റ്റൊന്നും തോന്നിയില്ല. പൂളിലുള്ള കുളിയൊക്കെ കഴിഞ്ഞു. ഔട്ട്ഡോറിലുള്ള ഡൈനിങ് ടേബിളിലേക്ക് നമ്മൾ എത്തി. അപ്പോഴേക്കും വൈകുന്നേരത്തെ ചായയും സ്നാക്സും എത്തിക്കഴിഞ്ഞു. ചൂടുള്ള പക്കുവടിയും അരി കൊണ്ടുണ്ടാക്കിയ അപ്പവുമായിരുന്നു സ്നാക്സായി ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിക്കേണ്ട ഒരു തിരക്കായിരുന്നു. ചായയും സ്നാക്സും എത്ര വേണമെങ്കിലും എത്തിക്കാൻ അവിടെയുള്ള സ്റ്റാഫുകൾ ഓടി നടക്കുന്നുണ്ട്. സ്റ്റാഫുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായി വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ രാത്രിയായി. ഇത്തരം അവസരങ്ങളിൽ സാധാരണ നമ്മൾ മലയാളികൾ ചെയ്യാറുള്ള ബാർബിക്യൂ ചിക്കൻ റെഡിയാക്കേണ്ട തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ചാർക്കോളയിട്ട് തീ റെഡിയാക്കാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ചിക്കനൊക്കെ റെഡിയായി. പുറത്തുനിന്ന് കുബ്സ് ചപ്പാത്തിയൊക്കെ പാർസൽ ഓർഡർ ചെയ്ത് വരുത്തിച്ച് രാത്രിയുള്ള ഡിന്നർ എല്ലാവരും കഴിച്ചു. ഗെയിം സോണിൻ്റെ കാര്യം പറഞ്ഞില്ല. ഗെയിം സോണിൽ ഒരു ടേബിൾ സോക്കറും ഒരു ചെസ് ബോർഡും ഒരു ക്യാരംസുമാണുള്ളത്. പിറ്റേന്ന് മോർണിംഗിൽ സൺറൈസിന് വേണ്ടി കുറേ കാത്തുനിന്നു. മൂടിക്കെട്ടിയ ക്ലൈമറ്റ് ആയതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് സമയം ഷട്ടിൽ കളിച്ചു. വീണ്ടും പൂളിൽ ഇറങ്ങി. അപ്പോഴേക്കും 10 മണിയായി കാണും. പിന്നെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരിപ്പുണ്ട്. ഞാൻ എത്താൻ താമസിച്ചുപോയി. വന്നപ്പോൾ പാത്രങ്ങളൊക്കെ കാലിയായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഫുഡുകളുടെ നിറഞ്ഞ ഒരു ഷോട്ട് എനിക്കെടുക്കാൻ പറ്റിയില്ല. നല്ല നാടൻ ഫുഡും കറികളുമായിരുന്നു ഉണ്ടായിരുന്നത്.
ടേസ്റ്റ് ആണെങ്കിൽ തനി നാടൻ. അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ചായയും മറ്റും ഫ്രീ ആണ്. അങ്ങനെ പൂർണ്ണ തൃപ്തിയോടെ ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ റിസോർട്ടിൽ നിന്നും തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്നും കൽപ്പറ്റയിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടി വിസിറ്റ് ചെയ്ത് നാട്ടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വയനാട്ടിലെ അടുത്ത സ്പോട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ. താങ്ക് യു.